ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മനാലിലെ ടൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും മനാലിലെ വീഡിയോസ് കണ്ടെന്ന് വിചാരിക്കുന്നു. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഞങ്ങൾ മനാലിയിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ ഡൽഹി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചാന്ദിനി ചോക്കിലോട്ട് പോവാണ്. അതായത് അവിടെ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാൻ വയ്യാത്തവർ കുറച്ച് കാണുമല്ലോ, അതിനു വേണ്ടി പറയുവാണ്. ചാന്ദിനി ചോക്കിൽ വളരെ റേറ്റ് കുറഞ്ഞ കുറച്ച് സാധനങ്ങൾ കിട്ടും. സാധനങ്ങൾക്ക് ഈ ഡ്രസ്സിനൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരിക്കും. ഇതാണ് ചോർ ബസാറാണ്. അതായത് ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ട് വിറ്റിട്ട് ഇവരിത് വിൽക്കും. അപ്പം കുറച്ച് റേറ്റിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയുവാണ്. നമുക്ക് ഇന്നലെ നമ്മുടെ കുവൈറ്റിലുണ്ടായ ലേബർ ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയപൂർവ്വമായ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബത്തിലെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. അത് വലിയൊരു കഷ്ടമായി പോയി. പിന്നെ ഇപ്പോൾ ഈ ചാന്ദിനി ചോക്കിലോട്ട് നമ്മൾ അവിടെ വരെ കാറിൽ വന്നുള്ളൂ. അകത്തോട്ട് കയറണമെങ്കിൽ 4 വീലർ പോവുകയാണെന്നുണ്ടെങ്കിൽ 20,000 ഫൈനാണ്. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ റിക്ഷയിലാണ് പോകുന്നത്. ഒരാൾക്ക് അതിനകത്ത് 2 പേർക്ക് ഇരിക്കാം ഒരു സൈക്കിളിൽ. അങ്ങനെ ഞങ്ങൾ 2 സൈക്കിൾ വിളിച്ചാണ് പോകുന്നത്. പക്ഷേ ഇതിനകത്തിരിക്കാൻ നല്ല രസമാണ്. സ്ഥലങ്ങളൊക്കെ കണ്ട് പതുക്കെ സ്പീഡിലല്ലല്ലോ പോകുന്നത്. അപ്പോൾ കാറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ കാണാനൊന്നും പറ്റത്തില്ല, അവിടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. ഇതിലാകുമ്പോൾ നമുക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കണ്ട് പോകാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ചാന്ദിനി ചോക്കിൽ പോകുമ്പം ഒത്തിരി കള്ളത്തരം നടക്കുന്നുണ്ട് അവിടെ. അതായത് നമ്മുടെ ഫോണും മാലയും എല്ലാം, നമ്മുടെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചും കണ്ടും വേണം നമ്മളവിടെ കറങ്ങാൻ. അല്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തന്നെ നമ്മുടെ സാധനങ്ങൾ നമ്മുടെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മാലയൊക്കെ വലിച്ചു പറിച്ചുകൊണ്ട് പോകും. ഞങ്ങൾക്ക് ഓൾറെഡി ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഇതായിട്ടാണ് പോയത്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഈ വീഡിയോയിൽ. ആ ചേട്ടൻ ഞങ്ങളെയും വലിച്ചുകൊണ്ട് പോവുകയാണ്. 100 കിലോ ഉണ്ടേ ഒരാളെ. അങ്ങനെ ഞങ്ങളെ വലിച്ചുകൊണ്ട് പോയി. പക്ഷേ ഞങ്ങൾ ചെന്നത് സൺഡേ ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് കുറേ കടകളൊക്കെ ബന്ധായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് എയർപോർട്ടിൽ ചെല്ലേണ്ടതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളിവിടെ വെളിയിൽ വന്നപ്പോഴത്തേക്ക് ഒരാൾ ഞങ്ങളെ വിളിച്ചുകൊണ്ട് അകത്ത് പോയി. അവിടെ നമുക്കറിയത്തില്ലല്ലോ, അവർ വിളിച്ചുകൊണ്ട് അകത്ത് പോയി. ഹോൾസെയിൽ കടയുണ്ട്, ഡ്രസ്സൊക്കെ आपको ये देखिए, बिल्कुल डिफरेंट ये बहुत ही सुंदर। इसके बाल ये देखिए डेलीवेयर में 350 का पड़ेगा आपको, बिल्कुल डिफरेंट। ये देखिए, ये दुपट्टा आएगा, ആ ചേട്ടനുള്ള ഡ്രസ്സെല്ലാം എടുത്ത് കാണിക്കുക. ഞങ്ങൾക്ക് ഒരെണ്ണം പോലും ഇഷ്ടപ്പെടുന്നില്ല അതിനകത്ത്. ഒത്തിരിയും കളക്ഷൻ ഉണ്ട്, പക്ഷെ നമ്മുടെ ഒരു ചോയ്സ് ഉണ്ടല്ലോ, അതാണ്. ഈ കുറേ കളർഫുള്ളൊക്കെ ഡൽഹിക്കാരൊക്കെ അങ്ങനെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളൊന്നും അങ്ങനെ അത്രയും കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും ചേട്ടനൊട്ടുമേ ഇഷ്ടമല്ല. ഈ കളർഫുള്ളുള്ളതായിട്ട് സിംഗിൾ ആയിട്ടുള്ള കളർസാണ് ഇഷ്ടം. ഓരോന്നോരോന്ന് അവിടുന്ന് എടുത്ത് എറിയുന്നു, ഈ പുള്ളി എടുത്ത് തുറന്ന് കാണിക്കുന്നു. ഇത് സാരീസാണ് ഇതെല്ലാം. പക്ഷെ ഒന്നും നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നിലത്താണ് ഇരിക്കേണ്ടത്, ചെരുപ്പൊക്കെ വെളിയിൽ ഊരിയിട്ടിട്ട്. ചെറിയൊരു കടയാണ്, പക്ഷെ നല്ല തിരക്കായിരുന്നു. നമ്മൾ രാവിലെ ചെന്നുകൊണ്ടാണ് തിരക്കില്ല. അവർ പ്രത്യേകം പറഞ്ഞ് ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും ഇവിടെ സ്ഥലം കിട്ടത്തില്ലെന്ന്.
ये दिखा दे देखो, ये इसका सलवार आएगा मैम, ये प्योर में है। ये इसका दुपट्टा आएगा। ये देखना बेटे कलर इसका दुपट्टा ही बहुत प्यारा है, बिल्कुल डिफरेंट। इसको थोड़ा अलग चलो मैम, चुनरी टाइप। ये देखिए जी, इसका दूसरा कलर भी है। नहीं 1 बाय 1 सेट में ऐसा ना 1 बाय 1 1 बाय 1 आएगा। ये देखिए ये कैसा? ये ठीक है सेपरेट को। हाँ वो सेपरेट कर। कहाँ से आना हुआ मैम आपका? हम एक्चुअली केरला का है, हैदराबाद में रहते हैं। आपको बहुत अच्छा है, हमारा मेहमान चीज़ अच्छा देगा, बहुत ही सुंदर। ये शर्ट आ गया बेटा, इसका बॉटम, ये आएगा दुपट्टा, बहुत ही 30%। देखिए ये अच्छा है, ये अच्छा है, ये ले लो। लो बेटा, इधर अच्छा पीस है बेटा। ये प्रिंटेड क्रेप में दिखा देना, प्योर में। 1050 का पड़ेगा बेटा, 1500 खोले, अच्छा पीस है। ये देखिए, ये बॉटम आएगा, ये जॉर्जेट में प्योर में। ये इसका दुपट्टा लो कॉटन, खोल दो मेरे को, अच्छी चीज़ है। यहाँ एक लेने आता है 10-10 सूट ले जाता है हमारा, जो हमारा होलसेल है ना, आएगा दुपट्टा। अच्छा साड़ी भी मिलेगा आपको। ये दुपट्टा की कपड़े देखिए, एक आज के बड़े ये चल रहा है, क्रेप में है क्या? हाँ ऑर्गेन्जा, कौन सा कॉटन है? ये पूरा सिल्क कॉटन, इसको बोलते हैं ऑर्गेन्जा। ये देखिए बिल्कुल डिफरेंट आएगा एकदम से। ये देखिए जी 1050, बहुत सुंदर। हटाना है बाजू रखना? बाजू रखो। एक ये देखिए बेटा, दिल्ली में कॉटन, नहीं नहीं नहीं, नो ऐसा मैं दिखाऊंगा। ഈ കാണിക്കുന്ന എല്ലാ ഡ്രസ്സിനും 50% ഓഫാണ്. അതായത് 2000 റുപ്പീസ് അതിൻ്റെ MRP ആണെങ്കിൽ 1000 റുപ്പീസിന് നമുക്ക് കിട്ടും, അങ്ങനെയാണ്. പക്ഷേ ഞങ്ങൾ സെലക്റ്റീവ് ഐറ്റംസ് 2-3 എടുത്തു. ഇതെടുത്ത കൂട്ടത്തിലുള്ളതാണ്. ഇതൊരു സാരിയാണ്. बाजू में रखो। ये इसमें है, ये ब्लाउज ये भी एक ही कलर आएगा। हाँ एक ही कलर, 1 बाय 1 है, होलसेल है ना। बाजू में रखो, ये हटा दो, बिल्कुल डिफरेंट। बाजू रखो। आप डॉक्टर हैं, टीचर हैं, आपको आज कलर ही मिलेगा सर 1 बाय 1। एक ही कलर है होता है, एक ही कलर मिलेगा। डिजाइनर साड़ी होता है ना मैम, सेम मॉडल में दूसरा कलर नहीं है। दूसरा कलर दे दूंगा मैं आपको। बाजू रखो, ये बाजू रख लो, वो दूसरा कलर भी बड़े इसका कलर दूसरा देना। ये लो जी, नहीं नहीं वो नहीं है। ये नहीं, ये हटा दो। डिस्काउंट करेगा बाद में। नहीं डिस्काउंट करके बता रहा हूँ सर, 30% करके बता रहा हूँ आपको, 30+ बता रहा हूँ ना आपको। ये मार्केट में मिलेगा 2000-2500 का मिलेगा, क्यों हमारा होलसेल है ना सर, ये हमारा होलसेल है। करो बाजू करो, बाजू करो देखिए। देखो कॉटन में ये प्योर कॉटन। देखिए नहीं नहीं नो, ये देखिए बहुत अच्छा साड़ी, ब्लैक है, अच्छा साड़ी। ओपन कर दें अच्छे से। मैथ्यू जॉर्ज में साड़ी अच्छा है मैम, बहुत अच्छा साड़ी है, बहुत प्यारा। डिलीवरी में बहुत नहीं उतरेगा, नहीं है कुछ नहीं उतरेगा, हैंड पेंट है नहीं। हंड्रेड 380 30% लेस हो जाएगा ना सर। 380 हाँ चलिए, बहुत सुंदर साड़ी पहन ली। 270 कम हो जाएगा। ये कुर्तियाँ हैं, कुर्तियाँ ये देखिए, ये सिंगल कुर्तियाँ हैं, नीचे पजामे लेंगे 350, 500 का सर 350।
ठीक है बाजू ये सेमी है क्या? हाँ कॉटन है कॉटन नहीं स्टिच हो गए इसमें स्टिचिंग हाँ सेमी रेडीमेड रेडीमेड है मेरे को बस में रेडीमेड है बेटा बड़ा होना ना ये बड़ा आपका साइज है मेरा एक्सेल होना है एक्सेल है इस पे लिखा हुआ है देखिए 38 ये नहीं आता मुझे ये नहीं आएगा तो और आएगा देखिए और दिखाते हैं देखिए तो सब आएगा ये देखिए कलर इतना ठीक है 350 का बहुत ही प्यारा कलर 350 क्या देगा कपड़ा भी नहीं आता इतने का स्लीवलेस है क्या? हाँ रेडीमेड है रेडीमेड घर दो पहनो ये वाला नहीं ये वो ना बताओ ये बताओ बड़ा साइज देखिए आप लॉन्ग फ्रॉक है आएगा आप बड़ा साइज और दियो बेटे कोई ഇത് പുറകിൽ निकाल दो बहुत अच्छा है मौसम कैसा रहा अच्छा है यहाँ का मौसम बहुत मुझे भी नहीं आना അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ച് സാധനം വാങ്ങിച്ചു. അത് ഞാൻ കാണിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അങ്ങനെ അവിടുന്ന് 2 മാലയൊക്കെ എടുത്തു. മാല എടുത്ത് ഇങ്ങനെ പിന്നെയും ഇവിടെ നല്ല ഈ കോമ്പിനേഷനുള്ള മാലകളുണ്ട്. അതുണ്ട്. ചേട്ടനാണെങ്കിൽ ഒരു 3-4 എണ്ണം എടുത്തോന്ന് പറഞ്ഞ് ചേട്ടന് ഇത്രയും ഒക്കെ ഇടുന്നത് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഓഫീസിൽ അങ്ങനെ ഇടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാമല്ലോ സാരിയുടെ കൂടെയൊക്കെ. അങ്ങനെ ഒരു 3-4 എണ്ണം വാങ്ങിച്ചു. അത് ഞാൻ അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എനിക്ക് അവിടെ നിന്നൊരു ഇത് നമ്മുടെ നൈറ്റ് ഡ്രസ്സ് എടുത്തു. 150 രൂപയ്ക്ക് 2 എണ്ണമാണ്. വളരെ ചീപ്പല്ലേ 150 രൂപയ്ക്ക്. ഇപ്പോൾ എന്ത് കിട്ടാനാ? 150 രൂപയ്ക്ക് 2 എണ്ണവും കിട്ടും അവിടെ നൈറ്റ് ഡ്രസ്സ്. അത് കുറേ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ നടപ്പ് തുടങ്ങി. കമ്മലൊക്കെ നോക്കി, പക്ഷേ എല്ലാം വലിയതായിരുന്നു, അതുകൊണ്ട് കമ്മലൊന്നും വാങ്ങിച്ചില്ല. പിള്ളേർക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ചു, പിള്ളേരുടെ നൈറ്റ് ഡ്രസ്സ്. അവർക്ക് വീട്ടിലിടാനുള്ള കുറേ ഡ്രസ്സ് വാങ്ങിച്ചു. അങ്ങനെ പിന്നെ നമ്മുടെ യാത്ര നടപ്പ് തുടങ്ങി. നല്ല വെയിലാണ്, ചൂടിനൊരു കുറവുമില്ല. അതുകൊണ്ട് ചേട്ടൻ സാധനമൊക്കെ പിടിച്ചുകൊണ്ട് റിക്ഷയ്ക്കകത്ത് ആ പുള്ളി തന്നെ നമ്മളെ ഫോളോ ചെയ്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് സൈക്കിളിലിരിക്കുവാണ്. നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയ പുള്ളി തന്നെ ഉണ്ടായിരുന്നു അവിടെ. ആ പുള്ളി തന്നെയാണ് നമ്മളെ തിരിച്ച് നമ്മളെ കാർ എവിടെയാണോ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അവിടെ നമ്മളെ കൊണ്ടുവിടും. ഒരാൾക്ക് 40 രൂപയാണ് സൈക്കിൾ റിക്ഷയ്ക്ക്. ഒട്ടും കൂടുതലൊന്നുമല്ല, 40 രൂപ 50 രൂപ കൊടുത്താലും അവർക്ക് മതിയാകത്തില്ല. അതുപോലെ അവർ കഷ്ടപ്പെട്ടുള്ള ഇതല്ലേ, അതിനകത്തൊന്നും നമുക്ക് ആർഗ്യുമെൻറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ മൊത്തം ഇത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക പോലും ചെയ്യാമെന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തുമാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചർച്ചാണ് ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെ ഡൽഹി പോയി സൈക്കിൾ റിക്ഷയിലും കയറി. ഇവിടെ എല്ലാം ഉണ്ട്, വലിയൊരു മാർക്കറ്റ്. അതുപോലെ തന്നെ സരോജിനി മാർക്കറ്റും ഉണ്ട്, പക്ഷെ അവിടെ പോകാൻ പറ്റിയില്ല. സെയിം ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒത്തിരി കടകൾ അടച്ചിട്ടിരിക്കുവാണ് ഇന്ന്. അതായത് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ സൺഡേ ആണ് പോയത്. നമുക്ക് അന്നേ ഉള്ളായിരുന്നു സമയം പോകാനുള്ളത്. അതുമല്ല പെട്ടെന്ന് എല്ലാം ഒന്ന് പോയി കാണാനും സമയം കിട്ടിയില്ല. ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ സമയമാകും അപ്പോഴത്തേക്ക് 4:30ക്കാണ്. മാർക്കറ്റ് में നമ്മളിവിടെ നിന്നല്ലേ വന്നത്. नहीं ले लिया हो कल परसों वीडियो ले लेते എടുത്തു
गांधी दर्शन, अच्छा दर्शन, संतोष दर्शन, सूर्य दर्शन, अर्जुन दर्शन। क्या बोलते हैं परेड किधर चलता परेड 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 मिलिट्री परेड मिलिट्री परेड हाँ इंडिया गेट से पार्लियामेंट पार्लियामेंट इतना बड़ा जगह है अपन परसों गया था ना, जे बोल रहा था ना उन्होंने पार्लियामेंट का इधर ही चलता बोल के। രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴി ഇതെന്താണ് बाइक भी जा सकते हैं बाइक സൈഡിലൊക്കെ ഇത് വെച്ചിരുന്നുണ്ടോ ഇതെന്താ ഇത് പറയും തടിക്കുള്ള ദൂരം കേട്ടോ പിന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റിലോട്ട് പോവുകയാണ് ഇപ്പം. ഇന്ത്യ ഗേറ്റിലെ ചരിത്രമാണ് ഇതെല്ലാം എഴുതിച്ചിരിക്കുന്നത്. ഇത് അകത്തൂടെ വേണം പോകാൻ. ഇത് അപ്പുറത്ത് ഡയറക്റ്റായിട്ടും പോകാം. നമ്മൾ ഈ അകത്തൂടാണ് ഈ പോകുന്നത്. നമ്മൾ ആദ്യം ഡൽഹി വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഗേറ്റ് കണ്ടായിരുന്നു, പക്ഷേ ചൂട് കാരണം നമുക്ക് അങ്ങോട്ടൊന്നും പോകാനുള്ള ഒരു ഇത് കിട്ടിയില്ല. പക്ഷേ ഒരു ഫോട്ടോ എടുത്തില്ലായിരുന്നു അന്ന്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ത്യ ഗേറ്റിൽ എടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുക്ക വന്നു. അടുക്കലോട്ട് പോയില്ല, എന്നിട്ട് ഇവിടെ നിന്നാണ് ഫോട്ടോ എടുത്തത്. കണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ്. I love my India gate. I love you my India I love my India. चल चल अंदर पास चल वाक 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 यार मम्मूटी है मम्मूटी कैसे चलते മമ്മൂട്ടി അങ്ങനെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൽ അവിടെ ചെന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ എയർപോർട്ടിൽ റീച്ചായി. ടെർമിനൽ 2-ലാണ് നമ്മൾ കയറുന്നത്. 4:30-ക്കാണ് ഫ്ലൈറ്റ്. 1.5 മണിക്കൂർ 2 മണിക്കൂർ നേരത്തെ വന്നു നമ്മളിവിടെ. അതായത് ഡൽഹിയിലെ ട്രാഫിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അപ്പം പിന്നെ ഇച്ചിരി നേരത്തെ വന്നാൽ അത്ര നല്ലതല്ലേ. എല്ലാം പറഞ്ഞു, പക്ഷെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. എയർപോർട്ടിൽ വന്നു, ആ പുള്ളി ബാഗെല്ലാം എടുക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് കേരളത്തിലോട്ടാണ് പോകുന്നത്. അടുത്ത വിശേഷം നമുക്ക് കേരളത്തിൽ ചെന്നിട്ട് കാണാം. ബൈ. അവിടെ പൈസ കൊടുക്കണം.